വാനും പരിശുദ്ധ ബന്ധുക്കളുടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഗുരുവാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ചാപ്റ്റർ 2 വേഴ്സ് 16, അതായത് 1 കൊരിന്ത്യർ 2-16 കൊരിന്ത്യർക്ക് ഒന്നാമത്തെ ലേഖനം 2-16 സ്തോത്രം. ഇങ്ങനെ വായിക്കുന്നത്: കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവനാണ്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവനാ, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. സ്തോത്രം. എല്ലാം അറിയാവുന്നതായ നമുക്ക് വാക്യമാണ്. സ്തോത്രം. 2 കാര്യങ്ങൾ ഇവിടെ പറയാം. ഒന്ന്, കർത്താവിന്റെ മനസ്സറിയുന്ന കാര്യം അല്ലേ. രണ്ടാമത്തെ കാര്യം, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ഒരു ചോദ്യമാണ്. എന്നിട്ട് അതിനൊക്കെ താഴേക്ക് മുന്നാട്ടിമായി വേറൊരു കാര്യം കൂടെ പറയുന്നു. അപ്പൊ നമ്മൾ ഈ വാക്യം ഒരുമിച്ച് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. കർത്താവിന്റെ മനസ്സറിഞ്ഞ് ഗ്രഹിപ്പിക്കാവുന്നവനാ, ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ഹല്ലേലൂയ ഗ്രഹിപ്പിക്കുന്നവനാണ്. താഴെ പറയുന്ന നാമ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതായത് ഇത്രയും അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്ന ഇത്രയാണ്: ദൈവത്തിന്റെ മനസ്സറിയാൻ പറ്റുന്ന ആർക്കാണ്? സ്തോത്രം. താഴെ പറയുക, നമ്മുടേത് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരെന്നാണ്. അതായത് ക്രിസ്തുവിന്റെ മനസ്സുള്ളത് നമുക്കാണ് ദൈവത്തിന്റെ മനസ്സറിയാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മനസ്സുള്ള എനിക്കും നിങ്ങൾക്കുമാണ് കർത്താവിന്റെ മനസ്സറിയാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ ഈ ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ വലിയൊരു പ്രസംഗ വിഷയമാണ്. അത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമാണെങ്കിൽ ഇവിടെ കൂട്ടി വായിക്കുമ്പോൾ ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ മനസ്സറിയുന്ന ഒരാൾക്കാണ്, ക്രിസ്തുവിന്റെ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ദൈവത്തിന്റെ ഹൃദയത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു മർമ്മമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് യേശു കർത്താവ് എപ്പോഴും പിതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. പകൽ സമയത്തൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന യേശു കർത്താവ് രാത്രി സമയങ്ങളിൽ എപ്പോഴും ദൈവത്തോട് കൂടെ ഇരുന്നു ദൈവത്തിന്റെ മനസ്സ് പരസ്പരം സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ആ ഒരു മനസ്സിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു, ക്രിസ്തുവിന്റെ മനസ്സുള്ളത്. ഇവിടെ പറയാൻ പ്രത്യേകം എടുത്ത് പറയാൻ, ക്രിസ്തുവിന്റെ മനസ്സുള്ളത്. ആ മനസ്സുള്ളവരാണ് നാം. ഒരിക്കൽ ഒരാള് സ്റ്റേജിലിരുന്ന് ഭയങ്കര പിയാനോ വായിക്കുകയായിരുന്നു. അപ്പൊ വായിച്ചതിന് ശേഷം അവസാനത്തിൽ എല്ലാവരും എഴുന്നേറ്റ് ആ മനുഷ്യനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അത്ര മനോഹരമായ വായനയായിരുന്നു. സ്തോത്രം. പക്ഷെ ഒരാൾ മാത്രം എഴുന്നേറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഈ എല്ലാവരും എഴുന്നേറ്റ് കൈയടിച്ചപ്പോ തന്നെയും ഈ മനുഷ്യൻ, ഈ പിയാനോ വായിച്ച മനുഷ്യൻ മുഖം പൊത്തിയിരുന്ന് കരയുന്നത് കണ്ടു. അപ്പൊ പെട്ടെന്ന് ആരോ പറഞ്ഞു, ഓരോ നോക്കൂ, താങ്കളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, താങ്കളുടെ വായന മനോഹരമായിരുന്നു പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പിന്നെയും കരയുന്നു വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഒരാൾ മാത്രം എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ അപ്പോ ഈ ചോദിച്ച മനുഷ്യൻ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് നോക്കിയപ്പോ ഒരാൾ മാത്രം എഴുന്നേറ്റില്ല. ആ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോ ഈ മനുഷ്യനോട് ഈ പറഞ്ഞയാൾ ചോദിച്ചു, ആരാണ് ഒന്നേ പിയാനോ വായിച്ച മനുഷ്യൻ പറഞ്ഞത്? അതെന്റെ ഗുരുവാണ്, അദ്ദേഹം മാത്രം എഴുന്നേറ്റില്ല. ഇത്രയും ആൾക്കാർ എന്റെ വാനിൽ സന്തോഷിച്ചു, അവരെല്ലാം പ്ലീസ് ആയി, പക്ഷെ എന്റെ ഗുരു മാത്രം സന്തോഷമുണ്ടായില്ല. അപ്പോ അതെന്റെ ഒരു ഫെയിലിയർ ആണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഈ വായനയെ വിജയമായി കരുതുന്നില്ല മനുഷ്യൻ പറഞ്ഞ് വീണ്ടും കാരണം. സ്തോത്രം. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ഗുരുവിന് നമുക്ക് പ്രസാദമില്ലെങ്കിൽ നമ്മുടെ എല്ലാ എഫേർട്ടും വേസ്റ്റ് ആണ്. നമ്മുടെ ഗുരുവായ നമ്മുടെ ദൈവത്തിന്, നമ്മുടെ ടീച്ചറിന് പ്രസാദമില്ലെങ്കിൽ നമ്മുടെ എല്ലാ എഫേർട്ടും വേസ്റ്റ് ആണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ മനസ്സറിയുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ മനസ്സറിയാതെ ദൈവത്തിനെ നമ്മൾ എത്ര സേവിച്ചിട്ടും വലിയ പ്രയോജനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന്റെ മനസ്സറിയുക, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് തിരിച്ചറിയുക, അതിൽ നമ്മൾ മുന്നോട്ട് ചെയ്യുക. സ്തോത്രം. നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ലോകത്തിലെ എല്ലാം കിട്ടുന്ന പോലെ നമുക്ക് എല്ലാം നമ്മുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയെന്നിരിക്കും. പക്ഷെ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് അതിനൊത്തവണ്ണം ചുവട് വെച്ചില്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയാതെ നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതമായി തീരുമോ എന്നുള്ള സംശയമാണ്. സംശയമല്ല, അതങ്ങനെ ആയിത്തീരുകയില്ല. നമ്മൾ ദൈവത്തെക്കുറിച്ച്, കർത്താവിന്റെ മനസ്സറിയുക. ഹല്ലേലൂയ. അതിന് ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാവുക എന്നത് അത് വേറൊരു കാര്യമാണെങ്കിൽ നമ്മൾ കൂട്ടി വയ്ക്കുമ്പോൾ അങ്ങനെ പറയുന്നത്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തിന്റെ മനസ്സറിയുക. അതിനെന്താ ചെയ്യേണ്ടത്? അബ്രഹാമിനോട് ദൈവം പറഞ്ഞ കാര്യം അറിയാം. ഇവിടെ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ഗ്രഹിപ്പിക്കാവുന്ന ആരെന്ന് പറയുമ്പോൾ നമുക്കത് അത്ഭുതമായിട്ട് തോന്നും. എങ്ങനെയാ ഞാൻ ദൈവത്തെ ഗ്രഹിപ്പിക്കുന്നത്? എങ്ങനെ? പക്ഷെ ക്രിസ്തുവിന്റെ മനസ്സാണോ നിങ്ങളുള്ളത് അല്ലെങ്കിൽ നമ്മളിലുള്ളത്? നമുക്കിത് സാധ്യമാണ്. അബ്രഹാമിനെ നോക്കാം. അബ്രഹാം ദൈവത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ദൈവമേ അവിടെ 2 അല്ലെങ്കിൽ 50 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കാതിരിക്കുമോ? 5 പേർ നശിപ്പിക്കാതിരിക്കും എന്ന് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പം നമുക്ക് തോന്നാം, ഈ മനുഷ്യൻ ആരാ? എന്തിനാ ദൈവത്തെ ഇങ്ങനെ അങ്ങോട്ട് എന്ന് അഭിപ്രായം പറയാൻ തന്നെ? ഈ മനുഷ്യൻ ആരാ? ആളുകൾ ദൈവത്തിന്റെ സ്നേഹിതനാണ് അബ്രഹാം. സ്തോത്രം. അപ്പം ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ
ദൈവത്തോട് കാര്യങ്ങൾ പറയുവാനും ചോദിക്കാനുമുള്ള ആ ഒരു സ്വാതന്ത്ര്യം വെളിപ്പെട്ട് വരികയും ഇവിടെ ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സുള്ള നമുക്ക് ഓരോരുത്തരും ദൈവത്തിന്റെ മനസ്സറിയുവാനും അല്ലെങ്കിൽ ദൈവത്തിനോട് കാര്യങ്ങൾ സംസാരിക്കാനുമുള്ള ആ ഒരു അധികാരം അല്ലെങ്കിൽ അവകാശം നമുക്ക് അധികാരമല്ല അവകാശം നമുക്കുണ്ട്. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ആ ഒരു മനസ്സ് ആ ക്രിസ്തുവിന്റെ മനസ്സ് നമ്മളിൽ ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ദൈവത്തോട് സത്യം പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മനസ്സ് നമ്മളിൽ ഉണ്ട്, നമുക്ക് തിരിച്ചറിയുന്നുള്ള വാസ്തവം. ഹാലലൂയ. നമ്മൾ അത് വിശ്വസിക്കുന്നില്ല എന്നുള്ള വാസ്തവം. ഹാലലൂയ. ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ മനസ്സ് എന്നിലുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തിന്റെ ഹൃദയങ്ങളെ അറിയുവാനുള്ള ആഗ്രഹം നമ്മൾ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം വെളിപ്പെട്ട് വരുമ്പോൾ മാത്രമേ ഞാനും നിങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് ശരിക്കും നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിലേക്ക് പോവുകയുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് പർപ്പസ് ഇല്ലാതെ, അല്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിതത്തിന്റെ പേർപ്പസ് ആയി ഞാൻ മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യവും, ഞാനൊരു കോഴ്സ് പഠിക്കുമ്പോൾ, എന്തൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് എന്റെ ആ കോഴ്സ് പഠിക്കുന്നതിന്റെ പേർപ്പസ് എന്തിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ചെയ്യുന്നുള്ള ബോധ്യമില്ലാതെ എത്ര ചെയ്തിട്ടും മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുള്ള ബോധ്യം അല്ലെങ്കിൽ ആ തിരിച്ചറിവിൽ ഈ ദിവസം മുന്നോട്ട് നീങ്ങുവാൻ തക്കോടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ക്രിസ്തുവിന്റെ മനസ്സ്, ദൈവത്തിന്റെ ഹൃദയങ്ങളെ അറിയുവാനായി ആ ക്രിസ്തുവിന്റെ മനസ്സ് ഉണ്ടെന്നുള്ള വിശ്വാസം മുന്നേറുവാൻ തക്കോളം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു. ഈ ദിവസം അതിനുവേണ്ടി നമുക്ക് ആ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണെന്നാണ് ആ ഒരു വിശ്വാസം നമ്മളൊന്ന് വളരട്ടെ. എങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, ദൈവത്തിന്റെ നമ്മളെക്കുറിച്ച് ഹൃദയത്തിന്റെ പദ്ധതികളെ തിരിച്ചറിയുവാൻ തക്കോളം നമുക്കിടയായി തീരും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് തുടർന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ സമയത്തെ എടുക്കാം. ദൈവം